യെസ്, സ്റ്റേറ്റ് +1 ബോർഡ് എക്സാമിൻ്റെ പേപ്പറാണ്, ഇന്നത്തെ പേപ്പറാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഫ്രം എമംഗ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണെന്ന്. ഇതിനകത്ത് ഫണ്ടമെൻ്റലായിട്ട് ആകെ ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ, കൂടുതൽ പറയണ്ടല്ലോ. നെക്സ്റ്റ്, ദ ഗ്രാഫ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ വെലോസിറ്റി എന്താവണം? കോൺസ്റ്റൻ്റ് ആവണം, അറിയാമല്ലോ. അപ്പോൾ യൂണിഫോം മോഷൻ ആണെങ്കിലാണ് ഇങ്ങനെ ആവുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. ഒബ്ജക്റ്റ് ഹാസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. തേർഡ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു gm/r². അപ്പോൾ മാസ് ഓഫ് എർത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ് ഓഫ് ബോഡീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ എന്താ? ഇത് മാസ് ഓഫ് ബോഡിയാണ് ആൻസർ. ഓക്കെ, ഇത് ആൻസർ. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. 3 vessels A, B, C contain different amounts of liquid as one, all up to the same height. Okay, എല്ലാം സെയിം ഹൈറ്റ് ആണ്. The phenomenon is an illustration of ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അത് നമ്മൾ പഠിക്കുന്നതാണ് തിയറി, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ദ സ്ട്രെച്ചിങ് ഓഫ് കോയിൽ ഡിറ്റർമിൻഡ് ബൈ ഇറ്റ് ഷിയർ മോഡുലസ്. യെസ്, ശരിയാണ് കേട്ടോ, അത് ട്രൂ ആണ്. ഓക്കെ, ഷിയർ മോഡുലസ് ആണ് സ്ട്രെച്ചിങ് ഓഫ് കോയിലാണ്. കോയിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ആ ടേൺസ് നിവരുകയാണ് ചെയ്യുക. അപ്പോൾ നെയിം ദ സബ്സ്റ്റൻസ് വിച്ച് ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി. അത് കോമൺ സബ്സ്റ്റൻസ് ആണെങ്കിൽ അത് വാട്ടറിനാണ്. അപ്പം നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്, അവർ ആൻസർ പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ. കോമൺ സബ്സ്റ്റൻസിലാണെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി ഹയസ്റ്റ് ആയിരിക്കുന്നത് വാട്ടറാണ്, ലിക്വിഡ് വാട്ടറാണ്. അത് 4.2 ജൂൾ അല്ലെങ്കിൽ 4200 ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ല യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ആൻ എക്സ്പ്രഷൻ ബിറ്റ്വീൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ആൻഡ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. ഇത് നമ്മുടെ ഇതിനകത്ത് വരുന്നതാണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3/2 RT. ദിസ് ഈസ് ദി ആൻസർ ഇക്വേഷൻ. നെക്സ്റ്റ്, എ കാർ moving along a straight highway with 126 km/h is brought to stop within a distance of 200 meters. What is the retardation of the car? അപ്പോൾ റിട്ടാർഡേഷൻ, അപ്പോൾ ആക്സലേഷൻ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് ഇക്വേഷൻ v² - u²/2 s, കാരണം എസ് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് v² എന്താ 0 ആണ്. ഇസ് ബ്രോട്ട് ടു സ്റ്റോപ്പ് എന്ന് വെച്ചാൽ 0. അപ്പോൾ u എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോണേ 126 × 5/18. അപ്പോൾ 126 × 5/18 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ കയ്യിൽ, അപ്പോൾ പിന്നെ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 126 / 7 ആണ് കിട്ടുക. 7 × 5 35 m/s എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 35 × 35 35 × 35 35² അല്ലേ, 35 × 35 ഡിവൈഡഡ് ബൈ ഇതെന്താ കിട്ടുക? 2 × s. എത്രയാണ്? s ഇവിടെ തന്നിട്ടുണ്ട് 200 ആണ്, 200. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് പറഞ്ഞുതരാം. 35 × 35 ഡിവൈഡഡ് ബൈ 400, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ വരുന്നത്, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു റിട്ടാർഡേഷൻ ആണ്, ദാറ്റ് ഈസ് മൈനസ്. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് റിട്ടാർഡേഷൻ എന്നാണ്. അപ്പോൾ ആക്സലറേഷൻ കിട്ടുന്നത് -3.06 m/s². therefore റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈനസ് ഓഫ് ആക്സലറേഷനാണ്, എന്ന് വെച്ചാൽ പോസിറ്റീവ് എഴുതിയാൽ മതി, m/s². പോസിറ്റീവ് ആക്സലറേഷനെയാണ് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളിങ്ങനെ റിട്ടാർഡേഷൻ, ഈ ആക്സലറേഷൻ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും ഇത് ആൻസർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും കേട്ടോ. റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആക്സലറേഷൻ കണ്ടതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതി വെച്ചാൽ മതി. യെസ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 9th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് displacement is either less or equal to the path length of an object between 2 points. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം, എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ്. പാത്ത് ലെങ്ത് വെച്ചാൽ ഡിസ്റ്റൻസ് ആണല്ലോ, അപ്പോൾ അത് ശരിയാണ്, ട്രൂ ആണ് ഇത്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഐദർ ലെസ്, ഒന്നുകിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ വരെ ആവാം ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് നമുക്ക് നൾ വെക്റ്റർ ഹാസ് നോ മാഗ്നിറ്റ്യൂഡ്. അത് ശരിയാണ്, ട്രൂ. അപ്പോൾ രണ്ടും ട്രൂ ആണ്.
ഡിഫറൻസ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ അറിയാലോ. ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും രണ്ടും കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി ആൻഡ് മൊമെൻറ്റം കൺസേർവ്ഡ്. ഓക്കെ. പിന്നെയോ ഇൻഇലാസ്റ്റിക്കിലോ ഓൺലി മൊമെൻറ്റം കൺസേർവ്ഡ്. മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ബട്ട് കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. ഓക്കെ. ദെൻ 11th question. In rotation of a rigid body about a fixed axis, every particle of the body has same angular velocity. ഇതാണ് വരിക, സെയിം ആംഗുലാർ വെലോസിറ്റി. ദിസ് ഈസ് ദി ആൻസർ. ആംഗുലാർ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അത് ഡിഫൈൻ എസ്കേപ്പ് സ്പീഡ് അതൊന്നും പറയണ്ടല്ലോ, ഡയറക്റ്റ് അല്ലേ. ഇറ്റ് ഈസ് എ മിനിമം വെലോസിറ്റി വിത്ത് വിച്ച് ബോഡി മേ ബി പ്രൊജക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബോഡി വിൽ എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പെർമനൻ്റ്ലി. അതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ല എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ, ഗിവ് റീസൺ. മൂണിൽ എസ്കേപ്പ് വെലോസിറ്റി എന്താ? വെരി സ്മോൾ. ദെർഫോർ അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് ഒക്കെ എന്താവും? എസ്കേപ്പ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് എ റീസൺ. ഓക്കെ. അല്ലെങ്കിൽ മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവാണെന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. നെക്സ്റ്റ് നോക്കൂ, ഐസോതെർമൽ പ്രോസസ് നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ഇതാണ് ഇത് രണ്ടും. പിന്നെയോ അഡിയാബാറ്റിക് പ്രോസസ്, നോ ഹീറ്റ് ട്രാൻസ്ഫർ, യെസ് ഇതാണ്. ഐസോകോറിക് പ്രോസസ്, വോളിയം കോൺസ്റ്റൻറ്റ് ഇത്. ഓക്കെ. പിന്നെയോ ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻറ്റ്, സെയിം തന്നെ, ഇങ്ങനെ എഴുതാം. ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ലോ ഓഫ് ഇക്വിപ്പാർട്ടീഷൻ ഓഫ് എനർജി. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇതിൽ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? ദ ടോട്ടൽ എനർജി ഓഫ് എ ഡൈനാമിക് സിസ്റ്റം ഈസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലെയും ഈക്വലായിട്ട് ഡിഗ്രി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ദാറ്റ് എനർജി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു ഹാഫ് kBT എന്നുള്ളത് കൂടെ എഴുതിയേക്കണം. ഓക്കെ. യെസ് നോക്കൂ, ഡ്രോ ദ ഫോളോയിങ് ഗ്രാഫ് റിലേറ്റഡ് ടു ഫ്രീലി ഫോളിങ് പാർട്ടിക്കിൾ. ഫ്രീലി ഫോളിങ് ആകുമ്പോൾ യൂണിഫോംലി ആക്സറേറ്റഡ്, താഴേക്ക് വീഴാണ്. ഇനീഷ്യലി വെലോസിറ്റി 0 ആണ്, താഴേക്ക് ഇങ്ങനെ ഒബ്ജക്റ്റ് ഇങ്ങനെ വീഴുകയാണ്. അപ്പോൾ വെലോസിറ്റി കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ്, ദാറ്റ് ഈസ് XT ഗ്രാഫ്. അപ്പോൾ യൂണിഫോംലി ആക്സറേറ്റഡ് ഗ്രാഫാണ്. അപ്പോൾ യൂണിഫോംലി ആക്സറേറ്റഡ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക, ഇങ്ങനെ ഇതാണ് ഗ്രാഫ് വരിക. ഓക്കെ. പിന്നെ ഉള്ളത് രണ്ടാമത്തേത് എന്താ? വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇതിങ്ങനെ ഉണ്ടാവും. ഇത് വെലോസിറ്റി, ഇത് ടൈം. അപ്പോൾ യൂണിഫോംലി ആക്സറേഷൻ കോൺസ്റ്റൻ്റാണ്, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. പിന്നെന്താ? ആക്സറേഷൻ ടൈം ഗ്രാഫ്. നോക്കൂ, ഇത് ആക്സറേഷൻ, ഇത് ടൈം. ആക്സറേഷൻ മാറുന്നേ ഇല്ല, യൂണിഫോംലി ആക്സറേറ്റഡ്, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അതാണ് എന്ത്? mv - mu/t. ദിസ് ഈസ് ദി ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് യൂസിങ് എബോവ് ലോ. അറിയാമല്ലോ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. അത് ഞാൻ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഡെറിവേഷനാണ്, ഡയറക്റ്റാണ്, അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഫിസിക്കൽ ടു MA. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേറ്റിംഗ് ബോഡി എന്ന് വെച്ചാൽ ഹാഫ് mv² പകരം ഹാഫ് I⍵² കേട്ടോ. ഹാഫ് I⍵². I എന്താ? നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. ഒമേഗ എന്താ? ആംഗുലാർ വെലോസിറ്റി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ബി പാർട്ട് നോക്കൂ. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 20 gram റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്. ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് സിലിണ്ടർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് റൊട്ടേഷൻ ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ റൊട്ടേറ്റിംഗ് കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. റൊട്ടേറ്റിംഗ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് I⍵² ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇയാളുടെ കേസിൽ, സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ mr²/2 ആണ്. സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ ഞാൻ ഇവിടെ എഴുതാം, mr²/2 ആണ്. അത് നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഡിസ്ക് പോലെ ഉണ്ടാവും, mr²/2 ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താ? m എത്രയാണ്? m തന്നിട്ടുണ്ട് 20 ഇൻറ്റു r എത്രയാണ്? 0.25 ഓൾ സ്ക്വയർ. ഒമേഗയോ? ഒമേഗ 100 സ്ക്വയർ. അപ്പോൾ 10⁻²² 4 എന്ന് കൊടുക്കാം. ഡിവൈഡ് ബൈ 2 × 2 4. ഓക്കെ. ഇത്രയാണ്. അപ്പോൾ ഇത് ചെയ്ത ആൻസർ കിട്ടും. അപ്പോൾ ഈ 4 കട്ട് ചെയ്തിട്ട് ഇത് 5 എന്ന് എഴുതി. ഓക്കെ. അപ്പം കാൽക്കുലേറ്ററിലുണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പോൾ ചെയ്താൽ മതി. 0.25 ഞാൻ ചെയ്ത് ആൻസർ പറഞ്ഞുതരാം. 0.25 ഇൻറ്റു 0.25 0.0625 ആണ് ഇൻറ്റു 5.
അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക 0.3125 ഇൻറ്റു 10⁴ എന്നാണ്. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് റൊട്ടേറ്റിംഗ് കൈനറ്റിക് എനർജി ഇക്വേഷൻ വരുന്നത് 3125 ജൂൾസ് എന്നാണ്. 3125 ജൂൾസ് ഇതാണ് ആൻസർ വരിക. ഓക്കെ, യെസ്. അപ്പം അതോടെ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അതറിയാമല്ലോ, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് സ്ട്രെസ് ഇവിടെ, സ്ട്രെസ് ഇവിടെ, സ്ട്രെയിൻ. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ആദ്യം പ്രപ്പോർഷണലായിരിക്കും, പിന്നെ ഇങ്ങനെയാവും, ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ആയിരിക്കും എന്ത്, ഫ്രാക്ചർ പോയിൻറ്റ്. ഇവിടെ ആയിരിക്കും പ്രപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അതും മാർക്ക് ചെയ്യുക, അത്ര ചെയ്യേണ്ടേ ഉള്ളൂ. നെക്സ്റ്റ്, the pressure at a depth below the surface of a liquid open to the atmosphere is greater than atmospheric pressure. Okay, excess pressure at a depth is called, അതിനെ ഗേജ് പ്രഷർ എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രഷർ ഗേജ്. പ്രഷർ ഡിഫറൻസ് തന്നെ, ഗേജ് പ്രഷർ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെസലാണ്, ഇതിനകത്ത് ലിക്വിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ഇത് സർഫസ്, ഇവിടുത്തെ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഇവിടെ എച്ച് ഹൈറ്റ് ബിലോ, ഇവിടെ എന്തായിരിക്കും പ്രഷർ, അവിടെ പ്രഷർ കുറച്ച് കൂടുതലുണ്ടാവും. ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും, അത് യാതൊരു സംശയവും ഇല്ല. അത് ആ എക്സസ് ഉള്ള പ്രഷർ, ദാറ്റ് ഈസ് ആ ഡിഫറൻസ് P മൈനസ് PATM, അതിനെ വിളിക്കുക പ്രഷർ ഗേജ് കേട്ടോ. ദാറ്റ്സ് ദി ആൻസർ. കാൽക്കുലേറ്റ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 meter below the surface of lake. ഓക്കെ, അപ്പോൾ സർഫസ് ഇതാ 10 meter ബിലോ, ഈ എച്ച് 10 meter ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും പ്രഷർ എന്ന്, ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കും, HρG പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ വരും കേട്ടോ. HρG എത്രയാ, അത് കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് പ്രഷർ ഓൺ, അപ്പോൾ അത് 2 marks ഉണ്ട്, അപ്പോൾ അത് കണ്ടുപിടിക്കണം. എച്ച് എത്രയാ നമുക്ക് തന്നിരിക്കുന്നത്, എച്ച് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എച്ച് തന്നിരിക്കുന്നത് 10 meter, 1000 ആണ്. ഇപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്, G 10 ആണ്. ഓക്കെ, ഇതെത്രയാ, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ 1.05, 1 എന്നിട്ടാൽ മതി, 1 × 10⁵ പാസ്കലാണ്. ഓക്കെ, അപ്പോൾ ഇതെത്ര വരിക, ഇത് 3, ഓക്കെ, 10⁵ പ്ലസ് 10⁵. ഓക്കെ, അപ്പം നമുക്ക് എന്ത് വരും, 10⁵ പ്ലസ് 10⁵. ദാറ്റ് ഈസ് 10⁵ ഞാൻ കോമൺ ആക്കി എടുത്തു. അപ്പം എന്ത്, 1 + 1 2, അപ്പോൾ 2 × 10⁵. ഇത്രയും പാസ്കൽ. ദാറ്റ് ഈസ് ആൻസർ. അതാണ് ടോട്ടൽ ആ ആൾക്ക് സ്വിമ്മറിന് ഫീൽ ചെയ്യുന്ന ടോട്ടൽ പ്രഷർ. ഓക്കെ, നെക്സ്റ്റ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു തെറ്റ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും, ഇത് മാത്രം എടുത്ത് കണ്ടിട്ടുണ്ടാവും. കുഴപ്പമില്ല, അതിനൊക്കെ മാർക്ക് തരികയായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. അറിയാമല്ലോ, ദ റേറ്റ് ഓഫ് കൂളിംഗ് ദറ്റ് ഈസ് -dq/dt എന്ന് പറയും. റേറ്റ് ഓഫ് കൂളിംഗ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡ്രോ ദ ഗ്രാഫ് ഷോയിങ് ദി കൂളിംഗ് ഓഫ് ഹോട്ട് വാട്ടർ വിത്ത് ടൈം. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചറും ഇവിടെ ടൈമും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഒരു എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുക ആ ഗ്രാഫ്. അപ്പം ഇത് ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഔട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്ര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രോബാക്ക്, സ്പെസിഫൈ ദ ഡ്രോബാക്ക് ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ സ്മോൾ ടെമ്പറേച്ചർ ഡിഫറൻസ്. ചെറിയ ടെമ്പറേച്ചർ ഡിഫറൻസിൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഡ്രോബാക്കാണ്, അതാണ് ഇതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. അത് കഴിഞ്ഞു. നെക്സ്റ്റ്, Sadi Carnot, the scientist arrived at a cycle of process to be adopted to achieve the maximum efficiency of a heat engine. Name the process in Carnot cycle. അറിയാമല്ലോ, 1 2 3 4 4 പ്രോസസ്സാണുള്ളത്. എന്താ, ഫസ്റ്റ് വൺ isothermal expansion, second one adiabatic expansion, third one isothermal compression, fourth one adiabatic compression. ഇത്രയാണ്. പിന്നെന്താ, ഡ്രോ ദ PV ഡയഗ്രാം ഓഫ് കാർനോട്ട് സൈക്കിൾ ഫോർ ഹീറ്റ് എഞ്ചിൻ വിത്ത് ഐഡിയൽ ഗ്യാസ് ഇൻ വർക്കിംഗ് സബ്സ്റ്റൻസ്. PV ഡയഗ്രാം അത് ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് വരയ്ക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. വരച്ചിട്ടുണ്ടാവും ഇങ്ങനെ. ഓക്കെ, 4 പോയിൻ്റുകൾ മാർക്ക് ചെയ്തേക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് പ്രഷർ മാർക്ക് ചെയ്യണം, ഇത് വി വോളിയം മാർക്ക് ചെയ്യണം, പിന്നെ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ടി, പിന്നെ ആരോ മാർക്ക് ഇങ്ങനെ സൈക്ലിക്ക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ എ ബി എന്താണെന്നുള്ളതും കൂടെ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. എ ബി എന്താ ഐസോതെർമൽ എക്സ്പാൻഷൻ, ബി സി അഡയാബാറ്റിക് എക്സ്പാൻഷൻ, സി ഡി ഐസോതെർമൽ കംപ്രഷൻ, ഡി എ അഡയാബാറ്റിക് കംപ്രഷൻ. ഇത്രയാണ്. ഫുൾ മാർക്ക് കിട്ടും. നെക്സ്റ്റ് 22nd, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ടു ഡയമെൻഷൻസ്. അറിയാമല്ലോ എന്താ അത്? ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് എ ഫിസിക്കൽ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. ഒരു ഇക്വേഷൻ്റെ 2 സൈഡിലെയും ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ സെയിം ആയിരിക്കുമെന്ന്. അതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അതെല്ലാവരും എഴുതിക്കാണെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, കൺസിഡർ സിമ്പിൾ പെൻഡുലം ഹാവിംഗ് എ ബോബ് അറ്റാച്ച്ഡ് ടു എ സ്ട്രിംഗ് ദാറ്റ് ഓസിലേറ്റ്സ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, suppose that the period of oscillation of the simple pendulum depends on length, mass of the bob and acceleration due to gravity. Derive the expression for time period of using with method of dimensions. ഡയമെൻഷൻസ് ഉപയോഗിച്ച് തന്നെ ഓസിലേഷനിൽ അതിൻ്റെ പ്രൂഫ് ഉണ്ട്, അതല്ല ചോദിച്ചിരിക്കുന്നത്. ഡയമെൻഷൻസ് ഉപയോഗിച്ച് ചെയ്യണമെന്നാണ്. ഓക്കെ, അത് ഞാൻ വേണേൽ ഒന്ന് ഇവിടെ കാണിക്കാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അത് ചെയ്തവർ ഒഴിവാക്കിയവർ വിട്ടേച്ചാൽ മതി. ഇതാണ്. അപ്പം നമുക്ക് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത്, അപ്പോൾ L⁻A, പിന്നെ പറയുന്നുണ്ട് മാസ് M⁻B, പിന്നെ പറയുന്നത് G⁻C. ഈ 3 ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നോക്കിക്കോളൂ, ഇതാ ലെങ്ത് M, G. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡൻസ് നമ്മൾ എഴുതും. പിന്നെ എന്താ? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ എഴുതും, M⁻B, G⁻C. എന്നിട്ട് ഇക്വേഷൻ 1 എഴുതും. പിന്നെ എന്താ? ടേക്കിംഗ് DF ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ DF 2 സൈഡിലും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം പീരീഡിന് T തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ M⁻0 ആണ്, L⁻0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേക്കില്ല, ഡയമെൻഷൻ ഇല്ല. L-ൻ്റെത് L⁻A, M-ൻ്റെത് M⁻B, G-യുടേത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, L⁻T⁻2 ആണ്, C. ഓക്കെ, ദെൻ ഞാൻ ഇത് എഴുതുന്നു M⁻B, M ആദ്യം എഴുതിയെന്നേ ഉള്ളൂ, L⁻A, ഇത് L⁻C ഉണ്ട്, പിന്നെ T⁻2C. അപ്പോൾ M⁻B, L⁻A + C, പിന്നെ എന്താ? T⁻2C. ഇത്രയാണുള്ളത്. ലെഫ്റ്റ് സൈഡിലോ M⁻0, L⁻0, T⁻1. ഇനിയോ ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓഫ് M, L ആൻഡ് T. അപ്പോൾ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ B = 0 എന്ന് കിട്ടും. പിന്നെ എന്താ കിട്ടുക? A + C = 0 എന്ന് കിട്ടും. പിന്നെ -2C = 1 എന്ന് കിട്ടും. അപ്പോൾ C = -1/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ A എന്താ കിട്ടുക? A = -C എന്നാണ്. അപ്പോൾ -1/2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും +1/2. ആക്സിലറേഷൻ A = +5, C = -1/2. അപ്പോൾ therefore ഇക്വേഷൻ 1 becomes, ഇക്വേഷൻ 1 നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇക്വേഷൻ 1 ഉണ്ടല്ലോ, അതിനെന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇക്വേഷൻ 1 എവിടെ? ഇക്വേഷൻ 1 ഇതിന്. അപ്പോൾ ഇവിടെ ടൈം പീരീഡ് T = കോൺസ്റ്റൻറ്റ് K, L എന്താ? 1/2, M⁻B ആണ്, B0 ആണ്, പിന്നെന്താ? G⁻−1/2 ഇങ്ങനെ വരും. അപ്പോൾ ടൈം പീരീഡ് = K × ഇത് റൂട്ട് എന്ന് എഴുതാം, √L/G അടിയിലായതുകൊണ്ട് ഇത് തന്നെ. ഓക്കെ, പിന്നെ വേണേൽ ഇത് എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ദാറ്റ് K = 2π. therefore ടൈം പീരീഡ് T = 2π × √L/G. ഇത്രയും എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 3 മാർക്സ് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടം വരെ എഴുതിയാലും കുഴപ്പമില്ല, 3 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അടുത്തത് ഇല്ലുസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക് ഫോർ എ ബോൾ ഓഫ് മാസ് M ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് H. അത് എപ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അത് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. H ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ എല്ലാ പോയിന്റിലും ടോട്ടൽ എനർജി സെയിം ആണെന്നുള്ള കേസ്. ഓക്കെ, അതിലാണ് ചെയ്തിട്ടുണ്ടാവും. ബി പാർട്ട് നോക്കൂ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ദ വർക്ക് ഡൺ ബൈ എനി ഫോഴ്സ് ഈസ് ക്ലോസ്ഡ് പാത്ത് ഈസ് 0. നോ, അത് ഫോൾസ് ആണ്. വർക്ക് ഡൺ ബൈ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിലേ 0 ആവുള്ളൂ. നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് 0 ആവത്തില്ല കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് 24th ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എ ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് പാർട്ടിക്കിൾസ് വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ. വെലോസിറ്റിയുടെ ആക്സലേഷൻ്റെ ഇക്വേഷൻസ് ഉണ്ടാക്കുക. സിമ്പിളാണ്, ഡയറക്റ്റ് ആണ് അത് അല്ലേ. ബട്ട് ചിലപ്പോൾ നിങ്ങളത് ഓസിലേഷൻ അവസാനത്തെ ചാപ്റ്ററൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അത് പഠിച്ചിട്ടില്ലെങ്കിലാണ് പ്രശ്നം വരിക. അപ്പോൾ എക്സ് ഇസിക്കൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ് ഞാൻ ഒന്ന് കാണിക്കുക. എക്സ് ഇസിക്കൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിനെ വെലോസിറ്റി കാണണമെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്താണെന്ന് കിട്ടുക, ഞാനത് ചെയ്തൊന്നും കാണിക്കുന്നില്ല, എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. പക്ഷേ ഡിഫറൻസിയേഷൻ്റെ സൈൻ ഉണ്ട്, മൈനസ് സൈൻ ഉണ്ട്. ആക്സലേഷനോ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് ഒമേഗ ഇൻറ്റു ഒമേഗ, ഒമേഗ സ്ക്വയർ വരും, എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് കിട്ടും. ഈ 3 ഇക്വേഷനാണ് ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻസിയേഷൻ കാണിക്കണം അല്ല, ഇത് പറഞ്ഞിട്ടുള്ള ഡിറൈവ് ദ ഇക്വേഷൻ ഓഫ് ഇതെന്താ എങ്ങനെയാണ് ഡിറൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടത്, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇതിനോ ആക്സലേഷനെയോ കണ്ടത് ഡി ബൈ ഡി ടി ഓഫ് വെലോസിറ്റി, ഇതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ് ഇക്വേഷൻ. ഓക്കെ, എത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ യെസ്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷനാണ്. എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് പ്ലസ് 5 ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനായിട്ട് സിമിലർ ആണിത്. അപ്പോൾ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ ഓപ്ഷൻ ക്വസ്റ്റ്യൻ എ ട്രാൻസ്വേഴ്സ് വേവ് ആണോ, വെച്ചാൽ ട്രാവലിംഗ് വേവ് ആണോ അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ് ആണ്. സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ വേറെയാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി കോസ് കെ എക്സ് എന്നാണ് കേട്ടോ. അപ്പോൾ അതല്ല ഇത്, കോസും സൈനും വരുന്നുണ്ട് ഇതിനകത്ത്, അങ്ങനെയല്ല. അപ്പോൾ ഇത് ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ്. ഇഫ് ഇറ്റ്സ് ട്രാവലിംഗ് വാട്ട് ഈസ് ഇറ്റ് സ്പീഡ്? സ്പീഡ് എങ്ങനെ കാണാം? വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ കണ്ടാൽ മതി. ഇവിടെ ഒമേഗ നോക്കൂ, ഒമേഗ എത്രയാ? 36. കെയോ എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് കെ, 0.018. ഓക്കെ, അപ്പോൾ എന്താ 36 ബൈ 0.018. ഓക്കെ, 36 ഡിവൈഡഡ് ബൈ 0.018 ദാറ്റ് ഈസ് 2000 ആകില്ല. 2000 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ വെലോസിറ്റി വരിക. 2000 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഇവിടെ തന്നിട്ടുണ്ട്, സെൻറ്റിമീറ്റർ. ഓക്കെ, 2000 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, വെലോസിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി? ഒമേഗ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒമേഗ ഈസ് ഈക്വൽ ടു 36 ആണ്. അപ്പോൾ ഫ്രീക്വൻസി 2π ന്യൂ 36. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 18 ബൈ 3.14. ഓക്കെ, അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 3.14 എത്രയാ ആൻസർ? 5.73. അത്രയും ഹെർട്സ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ? ഇനീഷ്യൽ ഫേസ് എന്താ? ആദ്യത്തെ സാധനം അത് എത്രയാ? π/4. ഇനീഷ്യൽ ഫേസ് ഈസ് π/4. അത്രയേ ഉള്ളൂ. ഇനീഷ്യൽ ഫേസ് 5 ഈസ് ഈക്വൽ ടു π/4. ഓക്കെ, യെസ്. അപ്പോൾ അതും ആൻസർ കിട്ടി. നെക്സ്റ്റ്, it was Galileo who first stated independence of the horizontal and vertical components of the projectile motion. Write down the horizontal and vertical components of initial velocity of a projectile. അറിയാമല്ലോ. അപ്പോൾ രണ്ടിൻ്റെയും വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു സൈൻ തീറ്റ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ യു കോസ് തീറ്റ. ആ ഡയഗ്രാം വരച്ചിട്ട് അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഡിറൈവ് ഇക്വേഷൻ ഓഫ് മാക്സിമം ഹൈറ്റ് അറ്റ് എൻഡ് ബൈ പ്രൊജക്റ്റൈൽ. അതൊക്കെ സിമ്പിൾ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല. അടുത്ത, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എ ഡയറക്ഷൻ 30 ഡിഗ്രി എബോവ് ദി ഹൊറിസോണ്ടൽ. കാൽക്കുലേറ്റ് ദ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പോൾ യു എത്രയാ? 28 സ്ക്വയർ സൈൻ സ്ക്വയർ 30. സൈൻ 30 1/2 ആണല്ലോ, അറിയാം. 2 ഇൻറ്റു ജി നമുക്ക് 10 ആക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആൻസർ എന്താ കിട്ടുക? 28 സ്ക്വയർ. into 1/2 സൈൻ 30 1/2 സ്ക്വയർ 1/4. ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 8 ഇൻറ്റു 10 ഉണ്ട്, അപ്പോൾ 80. ആൻസർ 9.8 എന്നാണ് കേട്ടോ.
9.8 meters. 9.8 meters. That is the answer. Maximum height. Next, a car is moving circular level road. Circular level road with uniform speed. Draw a diagram showing all force acting on it. അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ് ലോസ് ഓഫ് മോഷനിൽ. അതൊന്ന് കാണിച്ചു തരാം, നോക്കിക്കോളൂ. ഇതാ ഇങ്ങനെ ഒരു റോഡാന്ന് വെച്ചോളൂ, ഒരു കേർവ്ഡ് റോഡാണ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ടയർ ഉണ്ടെങ്കിൽ അതിൽ നേരെ റേഡിയലി ഔട്ട്വേർഡായിട്ട് എന്തുണ്ടാവും? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു mv²/r. അപ്പോൾ അതിനെ ആരെങ്കിലും ബാലൻസ് ചെയ്തേ പറ്റൂ. അത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർന്ന് കൊടുക്കാം, μmg. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഫോഴ്സസുകളാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ പോയി ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ദ ഓൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. ഈ രണ്ട് ഫോഴ്സസാണ് മെയിനായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. പിന്നെ വെയിറ്റ് നോർമൽ റിയാക്ഷനും ഉണ്ട്, വെയിറ്റ് ഇൻവേർഡും നോർമൽ റിയാക്ഷൻ മേലേക്കും. അപ്പോൾ അതിവിടെ കാണിക്കണമെന്നില്ല. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിനകത്ത് ആക്ഷനിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, അപ്പം ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി ഓഫ് ദ കാർ. മാക്സിമം വെലോസിറ്റി അപ്പം നിങ്ങൾക്കറിയാം, സേഫ് ടേൺ ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ഫോർ സേഫ് ടേൺ, കണ്ടീഷൻ ഫോർ സേഫ് ടേൺ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ആവണം, μmg ആവണം കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാലോ mv²/r. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു μmg. ഓക്കെ, അപ്പോൾ എം കട്ടായി. അപ്പോൾ ഫോർ മാക്സിമം വെലോസിറ്റി ആകുമ്പോൾ എത്രയാവാം? ഈക്വൽ ടു ആവാം, അതിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ v is equal to എന്ന് കിട്ടും √μrg. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് കൂടുതൽ അത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ മാക്സിമം വെലോസിറ്റി. കമൻറ്റ് ഓൺ എനി മെത്തേഡ് ടു ഇൻക്രീസ് മാക്സിമം വെലോസിറ്റി ഓഫ് ദ കാർ. യെസ്, ബാങ്കിങ് ആണ് മെത്തേഡ്. മാക്സിമം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള മെത്തേഡ് എന്താ? ബാങ്ക് ചെയ്യുക. ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്ന പ്രോഗ്രാം അത് നമുക്കറിയാമല്ലോ മെത്തേഡ്. ഓക്കെ, അതാണ്. 28 അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ് ആൻ എനർജി റിലേറ്റീവ് ടു കൺസർവേറ്റീവ് ഫോഴ്സ്. ഡിഫൈൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഡയറക്റ്റ് അല്ലേ? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് bring the mass from infinity to that point. ഇതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എർത്ത് സർഫസ്. അപ്പോൾ അത് എർത്തിൻ്റെ സർഫസിൽ അത് ഡയറക്റ്റ് ഇതായതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -gm, എം മാസുള്ള ബോഡിയാണ്, gmm/r+h എന്ന് വരും. സ്മോൾ ആർ വരിക. ദാറ്റ് ഈസ് സ്മോൾ ആർ ഈക്വൽ ടു എന്താ? gmm +r+h എന്ന് വരും. ആക്ച്വലി ഇവിടെ എന്താ, എവിടത്തേക്ക് സർഫസിലേക്ക് വരുന്നത്. അപ്പോൾ h എന്താ? 0. അപ്പോൾ u is equal to ലാസ്റ്റ് നിങ്ങൾ എഴുതണം -gmm/r. ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് ദി സർഫസ് ഓഫ് എർത്ത്. ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ഓർ നെഗറ്റീവ്? യെസ്, നെഗറ്റീവാണ്. കമൻറ്റ് ഓൺ ഇറ്റ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവാണ്. എന്താ റീസൺ എന്ന് വെച്ചാൽ ദ മാക്സിമം വാല്യൂ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. ദാറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വരുന്നത്, അത് 0 ആണ്. അപ്പോൾ മൂവ് ടുവേർഡ്സ് ദി സർഫസ് ഓഫ് എർത്ത് ഫ്രം ഇൻഫിനിറ്റി ആകുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. അതാണ് അതിനെ കമൻറ്റ് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിലേക്ക് മൂവ് ചെയ്യും തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും. ദെർഫോർ ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്. നെക്സ്റ്റ് 29. ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഹൈഡ്രോളിക് ബ്രേക്സ് ആർ ആപ്ലിക്കേഷൻസ് ഓഫ് ഫേമസ് ലോ. സിമ്പിൾ, പാസ്കൽസ് ലോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് സ്റ്റുഡൻറ്റ് അയച്ചു തന്നാണ്, ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. പാസ്കൽസ് ലോ അറിയാം. ഡ്രോ ദ സ്കീമാറ്റിക് ഡയഗ്രാം ഇല്ലുസ്ട്രേറ്റിംഗ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആൻഡ് ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ടേം ഉണ്ടല്ലോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, ഇത് ശരിക്കും നിങ്ങൾക്ക് പറയുന്നില്ല. അപ്പം നിങ്ങളുടെ ഔട്ട് ഓഫ് സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ക്വസ്റ്റ്യനാണ്. ഈ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫിഷ്യൻസീൻ്റെ വേറൊരു ടേം എന്ന് വേണേൽ പറയാം. ദാറ്റ് ഈസ്, ഞാനിതാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ്. സ്മോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഇവിടെ കൊടുത്തു, സ്മോൾ എ.
അപ്പോൾ ഇവിടെ എന്താവും ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവും ക്യാപിറ്റൽ എ. അപ്പോൾ ഇതാണ് സ്മോൾ എഫ് ബൈ എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ബൈ എ. കാരണം എവിടെ ഒരു ലിക്വിഡിൽ എവിടെയെങ്കിലും പ്രഷർ നമ്മൾ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വലായിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് എന്ത് പാസ്കൽസ് ലോ. അപ്പോൾ പാസ്കൽസ് ലോ പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്ക് ഇത് ഔട്ട്പുട്ടാണ്. നമ്മളിവിടെ സ്മോൾ ഫോഴ്സ് എഫ് കൊടുക്കുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇതാണ് കിട്ടുന്നത്, ഇത് ഇൻപുട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ടേം ഉണ്ടല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എഫ് ബൈ സ്മോൾ എഫ്. ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ. അപ്പോൾ ഇത് പ്രകാരം ക്യാപിറ്റൽ എഫ് ബൈ സ്മോൾ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ ബൈ സ്മോൾ എ എന്നും എഴുതാം കേട്ടോ. അപ്പോൾ ഇതും ഇതിൻ്റെ ആൻസറാണ്. യെസ്. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾക്ക് ചിലപ്പം വിട്ടുപോയിട്ടുണ്ടാവും, അത് കിട്ടാത്തവരുണ്ടാവും. പക്ഷേ അത് ഔട്ടാണ്, നിങ്ങൾക്ക് പറയുന്നില്ല, അത് നിങ്ങളുടെ സിലബസിൽ അത് ഡിസ്കസ് പെടാത്തൊരു ടേമാണ്. യെസ്, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ആൻസർ കീ. പക്ഷേ ഓവറോളായിട്ട് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ രീതിയിലും നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. ബട്ട് അത്യാവശ്യം ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇനി എല്ലാ ഏരിയയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതിൻ്റെ ഒരു വാണിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കുന്നത്. പറ്റുള്ളത്തിലൊക്കെ നന്നായി പഠിച്ച് എല്ലാ ഏരിയയും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, താങ്ക് യു.